ട്രെയിനിലെ അതിക്രമങ്ങൾക്ക് പൂട്ടിടാൻ ഓപ്പറേഷൻ രക്ഷിത. ട്രെയിനുകളിൽ സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടത്തിയ കേസിൽ 33 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഓപ്പറേഷൻ രക്ഷിത എന്നുള്ള പേരിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ മാത്രം നടത്തിയ പരിശോധനകളിലാണ് ഇവർ അറസ്റ്റിലായത്. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ട്രെയിനുകളിൽ പ്രത്യേക നിരീക്ഷണവും പരിശോധനകളും ശക്തമാക്കിയിട്ടുണ്ട്. അശ്വിൻ ഡിയാഗോ വിവരങ്ങൾ നൽകും. അശ്വിൻ, 2 മാസം മാത്രം നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ 33 പേർ പിടിയിലായിട്ടുള്ളത്. ഈ അടുത്ത കാലത്തായി നമ്മൾ ഈ ട്രെയിനുകൾക്കുള്ളിൽ പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും അനുഭവിക്കുന്ന പലതരത്തിലുള്ള പീഡനങ്ങളും ക്രൂരതകളും ഉപദ്രവങ്ങളും സംബന്ധിച്ചുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഇനിയെങ്കിലും അതിനൊരു അവസാനം ഉണ്ടാകുമോ, അതിനനുസരിച്ചുള്ള പരിശോധന ഉണ്ടാകുമോ? ഇപ്പോൾ ഈ പുറത്തു വന്ന കണക്കിലൂടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ശിഹാസ്, ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കേരള റെയിൽവേ പോലീസ് തുടങ്ങിയിട്ടുള്ള പദ്ധതിയുടെ പേരാണ് ഈ ഓപ്പറേഷൻ രക്ഷിത എന്നുള്ളത്. ഈ ഓപ്പറേഷൻ രക്ഷിതയുടെ ഭാഗമായി കഴിഞ്ഞ 2 മാസത്തിനിടെ നടത്തിയിട്ടുള്ള പരിശോധനകളും അതിൽ അറസ്റ്റിലായവരുടെ പേരും വിവരങ്ങളും കണക്കുമാണ് ഇപ്പോൾ റെയിൽവേ പോലീസ് പുറത്തുവിട്ടിട്ടുള്ളത്. ജൂൺ ജൂലൈ മാസങ്ങളിലായി കേരളത്തിലെ 13 റെയിൽവേ പോലീസ് സ്റ്റേഷനുകളിൽ നടത്തിയിട്ടുള്ള പരിശോധനയിൽ 33 പേരെയാണ് ഈ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം, സ്ത്രീകളുടെ സ്വകാര്യതാ ലംഘനം, സ്ത്രീകളെ ശല്യം ചെയ്യൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ 25ലധികം പേരെ ഇപ്പോൾ തന്നെ റിമാൻഡിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, വരും ദിവസങ്ങളിലും ഈ ഒരു പരിശോധന തുടരുമെന്ന് കേരള റെയിൽവേ പോലീസിന്റെ സൂപ്രണ്ട് അറിയിക്കുന്നുണ്ട്. ഈ സ്ത്രീകൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ തടയുന്നതിന്റെ ഭാഗമായാണ് ഈ ഒരു പദ്ധതി തുടങ്ങിയിട്ടുള്ളത്. അത് കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി തന്നെ വിവിധ സ്റ്റേഷനുകളിൽ, റെയിൽവേ പോലീസിന്റെ സ്റ്റേഷനുകളിൽ ഈ ഒരു പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഈ പരിശോധന കർശനമാക്കും എന്നുള്ളതാണ്. ശക്തമായ നടപടി തന്നെ ഈ പ്രത്യേകിച്ച് തനിച്ച് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കും അതുപോലെ തന്നെ പ്രായമായവർക്കും നേരെ ഉണ്ടാകുന്ന ഈ അതിക്രമങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി തുടരും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് യാത്രക്കിടയിൽ ഉണ്ടാവുകയാണെങ്കിൽ കേരള പോലീസിന്റെ പൊൽ ആപ്പ് എന്നുള്ള ആപ്പിനുള്ളിൽ റെയിൽവേ മിത്ര എന്ന ആപ്പ് വഴി നമുക്ക് ഓപ്ഷൻ വഴി പരാതി രേഖപ്പെടുത്തേണ്ടതാണ്. ഒപ്പം തന്നെ ഈ റെയിൽവേ പോലീസിന്റെ തന്നെ കൺട്രോൾ റൂമിലേക്കുള്ള നമ്പറുണ്ട്, 112 എന്ന നമ്പറിലേക്ക് വിളിച്ചും ഈ വിവരത്തെക്കുറിച്ച്, അതിക്രമങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചോ വിവരമറിയിക്കാനുള്ള സൗകര്യമുണ്ട്. അതും യാത്രക്കാർ, പ്രത്യേകിച്ച് സ്ത്രീ യാത്രക്കാർ ഉപയോഗിക്കണം എന്നുകൂടി റെയിൽവേ പോലീസ് ആവശ്യപ്പെടുന്നുണ്ട്. ശിഹാസ്. ശരി ആശിം.